കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 27-ാം വാക്യം. അവർ രണ്ട് കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. യേശുക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട രണ്ട് വ്യക്തികളെ പറ്റി സുവിശേഷ ഗ്രന്ഥകാരന്മാർ വ്യത്യസ്തമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കള്ളന്മാർ എന്ന് മത്തായിയും 27-ാം അധ്യായം 44-ാം വാക്യം, ദുഷ്പ്രവർത്തിക്കാർ എന്ന് ലൂക്കോസും 23-ാം അധ്യായം 39-ാം വാക്യം, വേറെ രണ്ട് ആളുകൾ എന്ന് യോഹന്നാനും 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ഇവരിൽ ഒരുവന്റെ ശ്രദ്ധേയമായ മനോഭാവം ലൂക്കോസ് വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്തു ആരാകുന്നു, ഞാൻ ആരാകുന്നു എന്ന അറിവ് തനിക്ക് ലഭിച്ചു. ലൂക്കോസ് 23:41, നാം ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. 23:42 വാക്യം, യേശുക്രിസ്തുവിനെ രാജാവായി താൻ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. 23:40 വാക്യം, സ്വയം നശിച്ചവനാണെങ്കിലും ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. 23-ാം അധ്യായം 42-ാമത് വചനം, ക്രിസ്തുവിൻ്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കത്തില്ല, ക്രിസ്തു വീണ്ടും വരും എന്നവൻ വിശ്വസിച്ചു. അന്യനെ വിധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് മുൻപ് അവരിലെ നല്ല ഗുണങ്ങളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ഈ രാവിലെ സമയം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ദൈവസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. മറ്റുള്ളവരിലെ നന്മകൾ കണ്ടെത്തുവാനും ഞങ്ങളുടെ പോരായ്മകൾ കണ്ടുണർന്ന് പരിഹരിപ്പാനും അവിടുന്ന് കൃപ ചെയ്യണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.